വെൽക്കം ടു ഡ്രീം ഷോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ബേസ് ആയിട്ടുള്ള ഒരുപാട് എക്സാംസ് വിളിച്ചിട്ടുണ്ട്. ജൂനിയർ അക്കൗണ്ടൻറ്റ്, അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് എന്നീ എക്സാമുകൾക്കും ഇതിനോടൊപ്പം തന്നെ നമുക്ക് തയ്യാറെടുക്കാം. സിലബസ് ഏകദേശം നമുക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ പഠിച്ചാൽ മതി. ജൂനിയർ അക്കൗണ്ടൻറ്റിനും അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്കിനും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് PSC തന്നിട്ടില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. +1 +2 ടെക്സ്റ്റ് ബുക്കും അതുപോലെ BCom ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അക്കൗണ്ടിങ്ങിൽ നല്ലൊരു ബേസ് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അക്കൗണ്ടിങ്ങിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ബേസായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നും ഇനിയും നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളെല്ലാം മുടങ്ങാതെ കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, മാനുഫാക്ചറിങ് അക്കൗണ്ട് ഒക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട്, ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും അതിൻ്റെ എൻട്രി എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു അവസാന ഭാഗമാവാനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ. ലോസ് ഉണ്ടാകുന്ന സമയത്ത്, ഫയർ കാരണം നമുക്ക് ലോസ് വരുന്ന സമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എങ്ങനെയാണ് അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്ന കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണാം. ടുഡേ വി ക്യാൻ സീ ഹൗ ദ ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ ഈസ് ട്രീറ്റഡ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ്. Loss of stock by fire. A business may suffer loss due to abnormal reasons such as accidents, earthquake. Such kinds of losses are known as abnormal losses. The goods may be lost due to these abnormal reasons. Such goods lost may be either insured or uninsured. അപ്പം ഒരു ബിസിനസ്സിൻ്റെ കേസാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ലോസ് ഒക്കെ അറിയും. അപ്പോൾ ഇങ്ങനെയുള്ള ലോസ്, ദീസ് ലോസസ് ആർ അബ്നോർമൽ ലോസസ്. അപ്പം ആ ഗുഡ്സ് നമുക്ക് ഇങ്ങനെ പല നഷ്ടങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗുഡ്സ് നമ്മുടെ ബിസിനസ്സിൽ നിന്നും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കും. നമ്മുടെ ഗുഡ്സിന് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി നമ്മളൊരു ഇൻഷുറൻസ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഹൗ ദീസ് ആർ ട്രീറ്റഡ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ്, അതാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. If the goods are insured, in case of goods are not insured, the total loss should be shown on the credit side of trading account. The same amount should be shown on the debit side of profit and loss account. ഇപ്പോൾ നമ്മൾ ഗുഡ്സ് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഈ ലോസ് നമ്മൾ എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കും. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ എൻട്രീസ് ആർ ലോസ് ഓഫ് സ്റ്റോക്ക് or goods destroyed, account debtor to trading account. അങ്ങനെയാണ് നമ്മൾ എൻട്രി എഴുതുന്നത്. then profit and loss account to loss of stock. if goods are insured and insurance company admitted claim in full, നമ്മൾ ഗുഡ്സ് ഇൻഷുർ ചെയ്തു, ഇൻഷുറൻസ് കമ്പനി അതിൻ്റെ ക്ലെയിംസ് എല്ലാം ഫുള്ളായിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൻട്രി എങ്ങനെയായിരിക്കും? ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട്, ഇൻഷുറൻസ് കമ്പനി ക്ലെയിം അക്കൗണ്ട് ഡെക്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം കാണിക്കും. വാല്യൂ ഓഫ് ഗുഡ്സ് ഡിസ്ട്രോയ്ഡ് ഷുഡ് ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ സാധാരണ നമ്മൾ എഴുതാറുള്ളത് ഏതൊക്കെ കാര്യങ്ങളാണ്? സെയിൽസ് മൈനസ് ലെസ് റിട്ടേൺസ് ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം കൂടി ഈ സിറ്റുവേഷനിൽ കാണിക്കണം. when goods are insured and the insurance company admits the claim in part, അങ്ങനെയാണെങ്കിൽ ഗുഡ്സ് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇൻഷുറൻസ് കമ്പനി നമുക്ക് അതിൻ്റെ ക്ലെയിം പാർട്ട് മാത്രമേ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ എമൗണ്ട് ഓഫ് ക്ലെയിം അൺഅഡ്മിറ്റഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ഈസ് എ ലോസ്. അല്ലേ, ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റ് ചെയ്യാത്ത ക്ലെയിം നമുക്കിവിടെ ഒരു ലോസാണ്. ഹെൻസ് ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും.
amount due from insurance company is shown on the അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. അസറ്റ് സൈഡിലാണ് നമ്മൾ ആ ഒരു എമൗണ്ട് കാണിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം അക്കൗണ്ട് ലോസ് ഓഫ് സ്റ്റോക്ക് ഓർ ഗുഡ്സ് ഡിസ്ട്രോയിഡ് അക്കൗണ്ട് ഡെക്റ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ് നമ്മുടെ ജേർണൽ എൻട്രി വരുന്നത്. ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെക്റ്റ് ടു ലോസ് ഓഫ് സ്റ്റോക്ക് ഓർ ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ. If the asset is lost, trading account will not be affected. അസറ്റ് ലോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിന് എഫക്റ്റ് ചെയ്യില്ല. ഹവർ ലോസ് ഷുഡ് ബി ടേക്കൺ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇൻഷുറൻസ് ക്ലെയിം അപ്പിയേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദ ലോസ് ഓഫ് ദ അസറ്റ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫയർ ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയറൊക്കെ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് കാണാം. താങ്ക് യു.